നമസ്കാരം. ശബരിമലയിൽ കണ്ഠരര് മഹേഷ് മോഹനരുടെ കാലാവധി കഴിഞ്ഞാൽ അടുത്ത ഊഴം കണ്ഠരര് രാജീവരുടേതായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്നത്. തന്ത്രി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ താഴമൺ മഠത്തിനാകെ തീരാത്ത കളങ്കമാകും ഇത്. മുമ്പ് ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരര് മോഹനരെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത തന്ത്രി ഹണി ട്രാപ്പ് കേസാണ് നേരത്തെ കുടുംബത്തിന് വലിയ തലവേദനയായത്. 2006 ജൂലൈ 23-നാണ് ആ സംഭവം. തൻ്റെ പുതിയ ഫ്ളാറ്റിലേക്ക് വീട്ടുജോലിക്കാരെ അന്വേഷിച്ചാണ് തന്ത്രി കണ്ഠരര് മോഹനര് ശോഭ ജോൺ എന്ന വ്യക്തിയുടെ ഫ്ളാറ്റിലെത്തിയത്. ശാന്ത എന്ന സ്ത്രീ ഏർപ്പാടാക്കിയ ജോലിക്കാരനെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്ത്രി വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭയും സംഘവും മാരകായുധങ്ങളുമായി അവിടെ കാത്തിരുന്നു. മുൻപ് 3 തവണ തന്ത്രി ശോഭയുടെ ഫ്ളാറ്റിലെത്തിയിരുന്നു. മോഹനര് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭ ജോൺ ബച്ചു റഹ്മാൻ എന്ന ഗുണ്ടയും കൂട്ടാളികളുമായി ചേർന്ന് പദ്ധതിയിട്ട പ്രകാരം പണവും സ്വർണവും തട്ടിയെടുക്കുകയായിരുന്നു. മോഹനര് ഫ്ളാറ്റിലെത്തിയപ്പോൾ കത്തിയും കളിത്തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരീരത്തിൽ അണിഞ്ഞിരുന്ന 27.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും 20,000 രൂപയും കവർന്നെടുത്തു. തുടർന്ന് ശാന്തയെയും മോഹനരെയും ബലം പ്രയോഗിച്ച് നഗ്നരാക്കി വിവിധ പോസുകളിലുള്ള ഫോട്ടോകളെടുത്തു. ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായിട്ടാണ് കേസ്. 2012 ഓഗസ്റ്റിൽ ശോഭ ജോൺ അടക്കം മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. തന്ത്രിയെ കുടുക്കിയതിന്റെ ബുദ്ധികേന്ദ്രം ശോഭ ജോണും ബച്ചു റഹ്മാനുമാണെന്നും കോടതി കണ്ടെത്തി. തന്ത്രി ഇവരുടെ ഫ്ളാറ്റിലെത്തിയത് അനാശാസ്യത്തിനല്ലെന്ന് വിലയിരുത്തിയ കോടതി മറിച്ച് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും വ്യക്തമാക്കി. കോടതി വിധി അനുകൂലമായെങ്കിലും ഈ കേസ് തന്ത്രി കണ്ഠരര് മോഹനർക്ക് ഉണ്ടാക്കി വെച്ച ചീത്ത പേര് ചില്ലറയല്ല. ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും സന്നിധാനത്ത് പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്തു. തന്ത്രി കണ്ഠരര് മോഹനരുടെ താന്ത്രിക ജ്ഞാനത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. ശബരിമലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ നടത്തിയ വിസ്താരത്തിൽ തന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട പ്രാഥമിക അറിവ് പോലും മോഹനർക്കില്ലെന്നും വ്യക്തമായി. ദേവസ്വം ബോർഡിന്റെ പൂജാരിമാരെ തിരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ ബോർഡിലെ പ്രധാന അംഗമായിരുന്നിട്ടും തനിക്ക് സംസ്കൃതം അറിയില്ലെന്ന് മോഹനർ കമ്മീഷന് മുന്നിൽ സമ്മതിച്ചു. സംസ്കൃതം അറിയാതെ എങ്ങനെ മാർക്കിടുമെന്ന ചോദ്യത്തിന് അവർ ചെയ്യുന്ന പൂജകൾക്ക് മാർക്കിടുക മാത്രമാണ് തൻ്റെ ജോലി എന്നായിരുന്നു വിചിത്രമായ മറുപടി. വേദങ്ങളോ വേദമന്ത്രങ്ങളോ പഠിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഉത്തരം. ഭാഗ്യസൂക്തം പോലും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഗണപതി ഹോമം നടത്തുക എന്ന കമ്മീഷന്റെ ചോദ്യത്തിന് മുന്നിൽ മോഹനർ നിശബ്ദനായിരുന്നു. ഏവർക്കും അറിയാവുന്ന പ്രാഥമിക കാര്യമായ ഗണപതി ഭഗവാന്റെ നാൾ ഏതാണെന്ന ചോദ്യത്തിന് പോലും അറിയില്ല എന്ന ഉത്തരവാണ് ശബരിമല തന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. തന്ത്രങ്ങളും മന്ത്രങ്ങളും പഠിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന് താൻ ഒരു പാരമ്പര്യ താന്ത്രിക കുടുംബത്തിലെ അംഗമാണെന്ന മറുപടിയാണ് അദ്ദേഹം ആവർത്തിച്ചത്. ഇതിൽ പ്രകോപിതനായ ജസ്റ്റിസ് പരിപൂർണൻ അച്ഛൻ ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് മകനെ കാണണമെന്നില്ല എന്ന് മോഹനരെ ഓർമ്മിപ്പിച്ചു. മറ്റേതോ മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് താൻ ശബരിമലയിൽ പൂജകൾ നടത്തുന്നതെന്ന മോഹനരുടെ വാദത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ച കമ്മീഷൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ലെന്നും പറഞ്ഞ് വിസ്താരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനു പുറമെ കണ്ഠരര് മോഹനർ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളിൽ കുടുങ്ങി. 2019 ഏപ്രിലിൽ പരാതിയുമായി രംഗത്തെത്തിയത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മ ദേവിക അന്തർജനമായിരുന്നു. പണം തട്ടിയെടുത്തു എന്നതിലുപരി കുടുംബ മര്യാദകൾ പോലും ലംഘിച്ച മകനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ആ വയോധിക. ശബരിമല മുൻ മുഖ്യതന്ത്രി പരേതനായ കണ്ഠരര് മഹേശ്വരിയുടെ ഭാര്യയാണ് ദേവിക അന്തർജനം. പ്രായമായി തന്നെ മകനും ഭാര്യയും ചേർന്ന് വഞ്ചിച്ചുവെന്നാണ് ഇവരുടെ ഹർജിയിൽ ആരോപിച്ചത്. ബാങ്ക് ഇടപാടുകൾക്കായി മകനെ ചുമതലപ്പെടുത്തിയ അവസരം ദുരുപയോഗം ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് 41 ലക്ഷം രൂപ മോഹനർ തട്ടിയെടുത്തു. അമ്മയുടെ പേരിലുള്ള ഇനോവ കാർ അവരുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് വിറ്റു. ഏറ്റവും വേദനാജനകമായ ആരോപണം സ്വന്തം പിതാവായ കണ്ഠരര് മഹേശ്വരിയുടെ ശവസംസ്കാര ചടങ്ങുകൾ ദേവിക അന്തർജനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നടത്താൻ മോഹനരും ഭാര്യയും അനുവദിച്ചില്ല എന്നതാണ്. തന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടാൻ മോഹനർ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തതായി മുൻ ദേവസ്വം പ്രസിഡന്റ് CK ഗുപ്തൻ ആരോപിച്ചിരുന്നു. കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിട്ടപ്പോൾ ദേവസ്വം അംഗങ്ങളെ പണം നൽകി സ്വാധീനിക്കാൻ മോഹനരും കുടുംബവും ശ്രമിച്ചുവെന്നാണ് ആരോപണം. 12 വർഷത്തെ വിലക്കിന് ശേഷം 2018 അഷ്ടമംഗല ദേവപ്രശ്നത്തിന്റെ മറവിൽ മോഹനർ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തി. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ രാഹുൽ ഈശ്വരെ തള്ളിപ്പറഞ്ഞും ആചാര സംരക്ഷണത്തിനായി വാദിച്ചും അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു. അടുത്തിടെ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു.